രാവിലെ ഒരു അടിപൊളി ചായ കുടിച്ച് ഏട്ടൻ ന്യൂസ് കണ്ടുകൊണ്ട് ഉമ്മർത്തിരിക്കുകയാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുത്തൊന്നും ആൾ അറിഞ്ഞിട്ടേ ഇല്ല. ഇന്നലെ രാത്രി ചന്നം പിന്നെ മഴയായിരുന്നു. ഇന്നലെ അല്ല 2-3 ദിവസമായിട്ട് നമ്മുടെ ഇവിടങ്ങളിലേക്ക് ഭയങ്കര മഴ ഇല്ല, ഇടി കൂടുതലായിരുന്നു കേട്ടോ. മഴ ഇല്ല, ഇടി കൂടുതലായിരുന്നു. ഇടി വെട്ടുന്നത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പേടിയാവും കേട്ടോ. ടിവിയുടെ ഫ്രിഡ്ജിൻ്റെയൊക്കെ വയർ ഊരി വെച്ചില്ലെങ്കിൽ ചിലപ്പോൾ അതൊക്കെ അടിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട്. അത്രയും വലിയ ഇടി കേട്ടോ ഇവിടേക്ക് വെട്ടിയത്. നിങ്ങളുടെ അവിടേക്കൊക്കെ മഴ ഉണ്ടായിരുന്നോ? രാവിലെ വാവ പൂച്ചയ്ക്ക് പാല് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. രാവിലെ നേരത്തെ ഏട്ടൻ കൊടുത്ത പാല് പൂച്ച തുപ്പി കളഞ്ഞു എന്നാണ് വാവ പറയുന്നത്. അതിൽ ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്തുകൊണ്ട് പൂച്ചയ്ക്ക് ഇഷ്ടമായില്ല എന്ന്. പിന്നെ ഇപ്പോൾ സ്കൂൾ അടച്ചിരിക്കുകയാണല്ലോ, അപ്പോൾ അവർക്ക് ചെറിയ ചെറിയ പണികളൊക്കെ ഞാൻ കൊടുത്തു വിട്ടോ. തുണി തിരുമ്പിയത് തോരിടാൻ, പിന്നെ സൈക്കിളൊക്കെ ഒന്ന് പൊടി തട്ടി കഴുകി വെക്കാൻ പറഞ്ഞു. പിന്നെ എൻ്റെ മുറ്റടിച്ച് കഴിയുമ്പോഴേക്കും ചെടികളൊക്കെ ഒന്ന് നനയ്ക്കാൻ പറഞ്ഞു. മഴ പെയ്തു എന്ന് വെച്ച് ചെടി നനയ്ക്കാതിരിക്കാൻ പറ്റില്ല. ചെറുതായൊരു ചാറലായതുകൊണ്ട് ചൂട് കൂടുതലാവുക ചെയ്യുക, അപ്പോൾ ചെടി വാടും. എന്തായാലും രാവിലെ ഒന്ന് നനച്ച് കൊടുക്കണം പറയുകയാണ് ഞാൻ കേട്ടോ. സ്കൂളൊന്നും ഇല്ലല്ലോ, അപ്പോൾ അവർ നനച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു കേട്ടോ. 2 നേരം കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തില്ലെങ്കിൽ ചെടിയൊക്കെ വാടിപ്പോവും. പിന്നെ കാറ്റത്തും മഴയത്തും വീണ നമ്മുടെ തേങ്ങയൊക്കെ പെറുക്കി ഓരോടത്ത് കൂട്ടി കൊന്നപ്പൂ മുഴുവൻ കൊഴിഞ്ഞു പോയി കേട്ടോ. വിഷു ആകുമ്പോഴേക്കും ഒരു പൂവ് അതിലുണ്ടാവും തോന്നുന്നില്ല. നമ്മുടെ വിഷുവിനുള്ള ചക്കയൊക്കെ ഇവിടെ റെഡി ആയി കഴിഞ്ഞു കേട്ടോ. പൂജ കുറച്ച് പാല് കുടിച്ച് ക്ഷീണിച്ച് രണ്ടാമതും വന്ന് കുടിപ്പിക്കുകയാണ് കേട്ടോ വാവ നിർബന്ധിച്ചിട്ട്. അങ്ങനെ എൻ്റെ കുളി കഴിഞ്ഞ് വിളക്ക് വയ്ക്കലെല്ലാം കഴിഞ്ഞു അടിപൊളിയായിട്ടൊരു ചായ കുടിക്കുക വെച്ചിട്ടാട്ടോ. ഇഞ്ചി ചായയാണ് കുടിക്കുന്നത്. നല്ല പോലെ ഇഞ്ചി ചതച്ചിട്ട് ഒരു നല്ലോണം ചായപ്പൊടി ഇടണം കേട്ടോ. നല്ലോണം തിളച്ച് വരുമ്പോൾ ഒരു പൊട്ട് ശർക്കര ഒഴിക്കുക, ശർക്കര ഇടുക, കുറച്ച് പാലൊഴിച്ച് കൊടുത്താൽ അടിപൊളി ചായയാണ് കേട്ടോ. പഞ്ചസാര വേണ്ട, നമ്മൾ ഇഞ്ചി ഇടുന്നതിന് നല്ലത് ശർക്കരയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചായ ഉണ്ടാക്കി കുടിച്ച് നോക്കി, നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാണ് കേട്ടോ. പുട്ടിന് കറിയൊന്നുമില്ല, പഞ്ചസാരയാണ്, നേന്ത്രപ്പഴമുണ്ട്. ഞാൻ പക്ഷേ കുറച്ച് പഞ്ചസാര ഇട്ടിട്ടാണ് പുട്ട് കഴിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ചായ കുടിച്ചോ? കമൻറ്റ് ചെയ്യണം കേട്ടോ. ടാറ്റ.